ദൈവത്തിൻ്റെ നേതൃത്വം മൊത്തമുണ്ടാകട്ടെ. സഹോദര വൈദികരെ, എന്നെ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരിമാരെ, ഈ ഭദ്രാസനത്തിലെ നട്ടലായിരിക്കുന്ന യുവജനങ്ങൾ വളരെയധികം ഹൃദയം നിറഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് വലിയ ആൾക്കൂട്ടങ്ങളെയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൾക്കൂട്ടങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ ആൾക്കൂട്ടങ്ങളിൽ ഒരു നേതാവേ ഉണ്ടാവുകയുള്ളൂ. ആ നേതാവിനെ കണ്ടെത്തുന്നത് എല്ലാവരും സാധിച്ചു എന്നുണ്ടെങ്കിൽ ഒരുവൻ നേതാവായി വരുന്നത് അവനിലുള്ളതായ ദൈവകൃപയുടെ ഭാഗമാണ്. അത് സ്വീകരിക്കുവാനാണ് നമ്മളുടെ കൂടെ. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ യാത്രയിൽ ദൈവമേ, നിന്നെ ഉപേക്ഷിച്ച ഏത് മേഖലയാണ്, നിന്നെ കളഞ്ഞുപോയ ഏതിടമാണ്, ആ ഇടത്തെ തിരിച്ചറിയുവാനും ആ ഇടത്തിൽ നിന്ന് പുതിയൊരു കാൽവെപ്പായി ദർശനത്തിൽ പറഞ്ഞതുപോലെ തൻ്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ പാപവും എൻ്റെ കുറവുകളും എൻ്റെ ജീവിതത്തിലെ തിന്മകളുമാണ് കത്തിയത് എന്ന ബോധ്യത്തിൽ പുതിയൊരു തുറവിയിലേക്ക് ഒരുവന് കാൽവെക്കുവാൻ സാധിച്ചുവെങ്കിൽ ആ സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ റിട്രീറ്റിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മെ കൂടുതലായി പ്രോജ്വലിപ്പിക്കുക, ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന ശിഷ്യനായി ആ മാതാവിനെ പോലെയും തൻ്റെ പ്രിയ ശിഷ്യനെ പോലെയും അബലകളായ വനിതകളെ പോലെയും നാം കുരിശിന്റെ ചേർന്ന് നിന്നതുപോലെ നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധ്യമാണ്. ആ സാധ്യതകൾ വെളിപ്പെടുത്തുന്നത് പുതിയ ഒരു പ്രഭാതമാണ്. പരിശുദ്ധ സഭയുടെയും ഇടവകയുടെയും നമ്മുടെ ഭദ്രാസനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതായി സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഈ കൂട്ടത്തിൽ നിന്ന് നല്ല അച്ഛന്മാരുണ്ടാകും, നല്ല സന്യാസിമാരുണ്ടാകും, സന്യാസിനിമാരുണ്ടാകും. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കും തിരുമേനി അല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ 50 പേരിൽ ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചത് 50 പേരാണ്. ഈ 50 പേരിൽ നിന്നായിരിക്കും ഈ സഭയുടെ ഈ ഭദ്രാസനത്തിന്റെ അടുത്ത തലമുറകൾ ഉണ്ടാകും. അത് വൈദികരായിട്ടും നേതൃസ്ഥാനികളായിട്ടും സന്യസ്തരായിട്ടും സന്യാസിനിമാരായിട്ടും ഈ 50 പേരിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും. അത് സത്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം പോലീസിൽ ചേർന്നത്. ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ സ്പോർട്സ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മുനിവരക്കുന്ന് കോളേജിൽ പഠിച്ചു. ആ സമയത്ത് NCC ഉണ്ടായിരുന്നു. സെന്റ് പീറ്റേഴ്സിൽ പഠിച്ചു. ആ സമയത്തും NCC ഉണ്ടായിരുന്നു. അത്രമാത്രം ഒരു ബന്ധമായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പോലീസിൽ ചേർന്നത്. എന്നാൽ തമ്പുരാനെ കൂട്ടിക്കൊണ്ടുവന്നത് അവന്റെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ തക്കവണ്ണം എൻ്റെ ലോകം. അത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകും. അച്ഛനാകുന്ന കരുതിയിരുന്നവരാണ്. തമ്പുരാൻ വിളിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അകന്നു പോയാലും നമ്മൾ അവൻ്റെ അടുക്കിലേക്ക്. അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ പറയും, അത് പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ അച്ഛനാകില്ല എന്ന് ആരെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ സന്യാസി. എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ സഹോദരിമാർ, ഞാൻ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ എന്റെ ജോലി ചെയ്ത് ഞാൻ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് ആരെങ്കിലും മനസ്സിൽ
ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നു, അവരൊക്കെ നല്ല സന്യാസിനിമാരാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവിനെ കുരിശ് ചുമക്കുന്നതിന്, കർത്താവിനെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് ഉത്തമ സാക്ഷികളായി നിങ്ങൾ മാറും. ആ സാക്ഷികളായി മാറുവാൻ സത്യമാകുന്ന നാളുകളാണ്. ഒപ്പം തന്നെ നിങ്ങളെ കുറിച്ച് സഭയ്ക്ക്, ഇടവകയ്ക്ക്, ഭദ്രാസനത്തിന് ഒരു സ്വപ്നം. നിങ്ങൾ ചെല്ലുന്നിടത്ത് മലങ്കര സഭയുടെ മക്കളാണ് എന്ന് പറയുന്ന സാധനം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ഫാഷൻ ചെയ്യും അല്ലേ? തലമുടി നീക്കുന്ന ഒരു പ്രകൃതം, തലമുടി ചുരുക്കുന്ന പ്രകൃതം, പാൻസിന്റെ ബെല്ല് ഒക്കെ വീതി കൂട്ടുന്ന പ്രകൃതം. ഇത്രയും നാൾ നല്ല ടൈറ്റ് ഫിറ്റ് ആയിരുന്നു അല്ലേ? പെട്ടെന്ന് ഫാഷൻ മാറുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നു. അത് മാറും. ഫാഷൻ അല്ല, നമ്മളാണ്. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ മാറുമായിരിക്കും, പക്ഷെ അവരോട് പറയണം, ഞാൻ മലങ്കര സഭയുടെ കുഞ്ഞാണ്, ഞാൻ മലബാർ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാന അംഗമാണ്, എനിക്ക് എൻ്റെ പരിധിയുണ്ട്. എൻ്റെ ക്രിസ്തുവിനെ വേദനിപ്പിക്കുവാൻ, എൻ്റെ സഭയെ വേദനിപ്പിക്കുവാൻ, എൻ്റെ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുവാൻ എനിക്ക് സാധ്യമല്ല.